ഹലോ കൂട്ടുകാരെ, നമ്മളിത് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നൊരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഹോസ്പിറ്റലിൽ പോകാൻ കാരണം നമ്മുടെ കുഞ്ഞുകുറുമ്പി മുത്തുമണി തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു പണി ഒപ്പിച്ചതാണ് ഈ കാണുന്നത്. മൂക്കിൽ അവളൊരു മുത്ത് കയറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. ഹോസ്പിറ്റലിൽ ചെന്ന് മുത്തൊക്കെ എടുത്തതിന് ശേഷം വഴക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. രാവിലെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു പണി ഒപ്പിച്ചതാണ് കേട്ടോ. എഴുന്നേറ്റ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയേട്ടൻ സ്കൂളിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുത്ത് വീണ് കിടന്നിരുന്നു. അത് നമ്മളല്ലാതെ അവൾക്ക് കയ്യെത്തുന്നിടത്തോ കാണാവുന്ന രീതിക്ക് ഒന്നും ഇത് വെക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയോ അവൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി അവളുടെ കയ്യിലത് കറക്റ്റ് കിട്ടി. അങ്ങനെ കിട്ടുന്ന ഒന്നും വെക്കുന്ന ആളല്ല, പക്ഷെ നമ്മുടെ കൈ കൊണ്ടു തരുമായിരുന്നു. എന്തോ നിർഭാഗ്യവശാൽ അന്ന് അതെടുത്ത് നേരെ മൂക്കിലാണ് കേട്ടോ വെച്ചത്. അത് പെട്ടെന്ന് മൂക്ക് ഇങ്ങനെ തട്ടി വിഷമമൊക്കെ കാണിച്ചപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി അവിടെ പോയി അത് എടുത്ത് കുറേ ടൈം എടുത്തു. കർച്ചയും ബഹളമൊക്കെ ആയിട്ടിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ നമുക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം സൂപ്പർ മാർക്കറ്റായ സഞ്ചികയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഐസ്ക്രീം പെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വഴക്കാന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല. അതെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മുത്തുവണ്ണെ സംബന്ധിച്ച് എന്നും പനിയും അസുഖം ആയതുകൊണ്ട് അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാതെ അവിടെ ചായയുടെ കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി അവർക്കൊരു ചായ ഹൽവയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ്. അപ്പോൾ രണ്ടും എന്തോ കയ്പുള്ള രീതിയിലുള്ള എക്സ്പ്രഷനൊക്കെയാണ് കേട്ടോ കാണിച്ചത്. കഴിച്ചപ്പോൾ ചായ ഹൽവയൊക്കെ കഴിച്ചപ്പോൾ ഇതിനൊന്നും ടേസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷനൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ ആദ്യം അവൾ ആ ഒരു ഐസ്ക്രീം പെട്ടിയുടെ ചുറ്റിനും നടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുക. പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രകടനവും വഴക്കും ഒക്കെയാണ് കേട്ടോ. മിഠായിയൊക്കെ കൊടുത്തിട്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ ഓരോ സൂത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയാണ് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഗ്യാസ് തീർന്നു പോയി. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ സുഖമാണല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകേണ്ട സമയമാണെങ്കിൽ തീർന്നെന്നാണെങ്കിലും അന്ന് സ്കൂളിൽ പോകേണ്ട ദിവസം അല്ലായിരുന്നുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, അത് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞു. അത് എന്താണേലും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് ഉണ്ടായിരുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കുക്കിങ് ഗ്യാസിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയാണ് കേട്ടോ ഗ്യാസ് തീർന്നത്. പിന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടും അതിന് വലിയ ഒരു റീച്ചും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്സ് മാത്രമായിരുന്നു കേട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. ഇപ്പോഴും കാര്യമായിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലേ നമ്മളുടെ വീഡിയോ മറ്റുള്ളവർ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് ബാക്കി ടൈമിൽ നമുക്ക് വൈകുന്നേരം ചോറിന് പകരമായിട്ട് ഞാനിവിടെ ബോയിൽ ചെയ്ത കുറച്ച് വെജിറ്റബിൾസ് ഒക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആയപ്പോൾ വേറെ ഒരാവശ്യത്തിന് വേണ്ടി പുറത്ത് പോയപ്പോൾ ജസ്റ്റ് ചായ കുടിക്കാനൊക്കെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോരോ ദിവസങ്ങളിപ്പോൾ പോകുന്നത്. മിക്കവാറും തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയോട് ഗ്യാപ്പ് കിട്ടി അടുത്ത ആൾ ഹോസ്പിറ്റലായിരിക്കും. അത് സ്കൂളിൽ പോയി വരുന്നതുകൊണ്ട് വലിയേട്ടനോ കുഞ്ഞേട്ടനോ ജലദോഷമോ പനിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പനിച്ചില്ലെങ്കിലും ജലദോഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നേരെ മുത്തുമണിക്ക് പനിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.